രാഹുൽ, ഞാൻ തിരികെ വരാം. എഴുത്തുകാരി ഹണി ഭാസ്കരൻ നമുക്കൊപ്പം ചേരുന്നു. ഹണി ഫോണിലാണ് ചേരുന്നത്. ഹണി, പരാതികൾ ഒന്നല്ല, പല പരാതികളാണ് വരുന്നത്. ഇതിനൊക്കെ തെളിവുകളുണ്ടോ, പറയുന്നവർക്ക് തെളിവുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വാദപ്രതിവാദവുമില്ല. പക്ഷേ ഈ കാര്യം വെളിപ്പെടുത്തിയത് കൊണ്ട് സൈബർ ഇടത്തിൽ അനുഭവിക്കുന്ന ആക്രമണങ്ങൾക്ക് ഇര കൂടിയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ കൂടിയായിരിക്കും ഹണിയും കടന്നു പോയിട്ടുണ്ടാകുക. ഹണിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വർ കേൾക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പം ഞാൻ രാഹുലിനെതിരെയുള്ള വിഷയം ഉന്നയിച്ചതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ചുറ്റും നടക്കുന്ന അക്രമം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഏറ്റവും അധികം ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണു പോകരുത് എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, ഇത്രയധികം സ്ത്രീകളെ മിസ്യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെതിരെ എനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഇത്രയും വലിയ ആക്രമണമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുൻപോട്ട് വന്നിട്ടുള്ള മറ്റു സ്ത്രീകള് അത്തരം പരാതിയുമായിട്ട് മുൻപോട്ട് വന്ന് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജിനെ ഞാൻ വളരെ കൃത്യമായിട്ട് പോസ്റ്റിലും ഇന്നലെ മീഡിയയ്ക്ക് മുൻപിൽ ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടെ പറഞ്ഞിട്ടുണ്ട്. അയാൾ എനിക്ക് മെസ്സേജ് അയച്ചതല്ല എന്റെ പ്രശ്നം. എനിക്ക് അയാൾ ആ മെസ്സേജ് അയച്ചതിൽ മിനിഞ്ഞാന്ന് വരെ പ്രശ്നമില്ല. 2 ദിവസം മുൻപ് യൂത്ത് കോൺഗ്രസിലെ ആളുകൾ ആ മെസ്സേജ് അയാളുടെ സുഹൃത്തുക്കൾക്കിടയിലിരുന്ന് അവിടെ ആളാവാൻ വേണ്ടി അവരുടെ മുൻപിലിരുന്ന് എനിക്ക് അയക്കുകയും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തതിലാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകള് അയാളുടെ സ്നേഹത്തെ, അയാളുടെ ബന്ധങ്ങളെ ഒക്കെ വിശ്വസിച്ച് കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഇത്തരം കൂട്ടങ്ങൾക്കിടയിൽ നിന്നിട്ട് അയാൾ എത്ര മോശമായിട്ടായിരിക്കും ചിത്രീകരിക്കുക? ഇത്രയും സൈബർ ബുള്ളിങ് എനിക്കുണ്ടാവുമെന്നറിഞ്ഞിട്ടും ഞാന് മുന്നിട്ടിറങ്ങി എനിക്കുണ്ടായ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ 2 ദിവസത്തിനുള്ളിൽ ഇയാൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് വരാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്തുമാത്രം ഊർജം ഞാൻ സംഭരിച്ചിട്ട് വേണം ഈ കൂട്ടങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഒരാൾക്കെതിരെ ഇല്ലാത്തൊരു കഥ ചമച്ചുകൊണ്ട് ഇത്തരം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതത്ര എളുപ്പമാണ് ഈ ഒരു അവസ്ഥയെ കടന്നു പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോടാണ് എന്റെ ചോദ്യം. ഇത്തരം ആക്രമണങ്ങൾ ഇപ്പം ഞാനിതിനെ അതിജീവിക്കും. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള എന്റെ പ്രിയപ്പെട്ട മനുഷ്യരൊക്കെ വളരെ വേദനയിലാണുള്ളത്. കാരണം ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ എടുത്തിട്ട് അങ്ങേയറ്റം അശ്ലീലം പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം കാണുമ്പോഴാണ് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 100% എനിക്കറിയാം ഞാൻ ഇങ്ങനൊരു പ്രശ്നവുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ ഞാൻ ഇതൊക്കെ അതിജീവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് വരുന്നത്. എന്റെ കൺസേൺ അയാൾ ഒരു എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അയാൾ എന്നോട് ചാറ്റ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇതെന്നോട് പറയുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നെ ഇത് അറിയിക്കുന്നത്. അയാൾ ഈ വിഷയത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പരാതിയുമായിട്ട് പോകാനുള്ള എനിക്കുള്ള ഏക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട അയാളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അയാൾ ഇടപെടുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളാണ് എന്നോട് ഇത് റിവീൽ ചെയ്യുന്നത്. ആ സ്ത്രീയുടെ രാഷ്ട്രീയ ഭാവി ബുദ്ധിമുട്ടിലായിരിക്കും എന്നുള്ള ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് ഞാൻ പരാതിയുമായിട്ട് മുൻപോട്ട് പോവാത്തത്. അതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടം എന്റെ ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് കർഷക സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് നമുക്കും പോണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ വിചാരിക്കുകയാണ് കർഷക സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഒപ്പം പോവാനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ ആ സ്ത്രീ പ്രതികരിച്ചു. തിരിച്ച് രാഹുൽ പറയുന്ന മറുപടി അങ്ങനെയല്ല, നമുക്ക് മാത്രമായി പോകണം എന്നുള്ളതാണ്. രാഹുല് ഈ പറഞ്ഞ കാര്യം ഈ സ്ത്രീ നേരെ പോയി ഷാഫി പറമ്പിലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അന്ന് രാഹുൽ നേതാവായിട്ടില്ല, ഇങ്ങനത്തെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരരുതെന്ന് ആ സ്ത്രീ പരാതിപ്പെട്ടിട്ടും ഷാഫി പറമ്പിൽ അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം നേതാവുകയും ആ സ്ത്രീക്ക് സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിൽ പിന്നീട് ഇടപെടാനും പറ്റിയിട്ടില്ല. ആ ഇടത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാള് എന്നെ കുറിച്ചുള്ള ഈ വിഷയം എന്നോട് റിവീൽ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താവും?
ആ ഒരു കൺസേൺ കൊണ്ടാണ് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്നോട് ഈ കാര്യം കൺവേ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ മുൻപ് എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ ഷാഫി പറമ്പലിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എന്താണ് ചെയ്തത്? ഏതെങ്കിലും രീതിയിൽ ആ വിഷയത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ? ശോഭ സുബിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ആ സ്ത്രീ ആ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളായിരുന്നെങ്കിൽ എനിക്ക് എന്നോട് ഇത് കൺവേ ചെയ്ത ആളുടെ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമായിരുന്നില്ല. ഹണി ഈ വലിയ തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോകുന്ന ഒരു ട്രോമയിലൂടെ ഹണി കടന്നു പോകുമ്പോഴും പരാതി കൊടുക്കാൻ കഴിയാതെ ഭയന്ന് നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് ഹണി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പോഴും ഈ പറയുന്നതിനടുത്ത് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വരുന്ന പല പേരുകളും ഉണ്ടല്ലോ, അതുപോലെയാണ് എന്ന് പറയുന്നവരുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് പറയുന്നവരോടുകൂടിയുള്ള ഒരു മറുപടി കൂടി ഹണി. എനിക്ക് ഈ വിഷയത്തിലുള്ളത് രാഷ്ട്രീയമേ അല്ല. അതുകൊണ്ടാണ് ഇയാള് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീരമായിട്ടുള്ള വിയോജിപ്പുകളുള്ള രണ്ട് വ്യക്തികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് പോലും അയാൾക്കെതിരെ ഞാൻ തോറ്റിട്ടിട്ടുണ്ട്. ഈ ജൂൺ 9 ഇലക്ഷന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് ഇയാൾക്കെതിരെ പ്രയോഗിക്കണമായിരുന്നുവെങ്കിൽ ഞാൻ ആ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്റെ അടുത്ത് ചാറ്റിന് വന്നല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് തുറക്കുണ്ടായിരുന്നില്ലേ? ഞാൻ എപ്പോഴാണ് എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നിയത്? അയാൾ എന്നോട് സംസാരിക്കാൻ വന്നതല്ലല്ലോ എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അയാൾ അതെങ്ങനെ കൺവേ ചെയ്തു എന്നുള്ളത് ഞാൻ അറിയുന്നത് 2 ദിവസം മുൻപെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെ ഒരാളും കണക്ട് ചെയ്യേണ്ടതില്ല. ഞാനിപ്പോ കടന്നു പോകുന്ന വലിയ ട്രോമയുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ മുറിവ് പറ്റുന്നത്. ഈ സൈബർ അറ്റാക്ക് കൊണ്ട് മുറിവ് പറ്റുന്നത് എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടിയാണ്. ചുറ്റും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കൂ. എന്റെ എല്ലാ സുഹൃത്തുക്കളെയും അവർ അവഹേളിക്കുകയല്ലേ? അവർക്കൊക്കെ കുടുംബമില്ലേ, കുട്ടികളില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു രാഷ്ട്രീയ പക തീർക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് കുടുംബമൊന്നുമില്ലേ മാഡം? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വീട്ടുകാരൊന്നുമില്ലേ? ആകാശത്തുനിന്ന് പൊട്ടി വീണാണോ? അത് നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളോട് നേരെ അങ്ങോട്ടാണ് രാഹുൽ ചോദിക്കേണ്ടത്. അതല്ലാതെ പരാതിയുമായിട്ട് വരുന്ന പെൺകുട്ടികൾക്കെതിരെ ഇതുപോലെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ല നിങ്ങൾ നേരിടേണ്ടത്. തെളിവ് ചോദിക്കാൻ എങ്ങനെ വിശ്വസിക്കും? മാഡം പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ തെളിവുകളില്ലാതെ സാധാരണ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇന്നൊരു സ്ത്രീയുടെ ഒരു അബോർഷനെ നിർബന്ധിക്കുന്ന ഒരു സ്ത്രീയുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വിഷയത്തെ കുറിച്ച് പിതൃത്വം ഏറ്റെടുക്കാമെന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? ഞാൻ പിതൃത്വം ഏറ്റെടുക്കാം എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? അപ്പം വേണ്ടതല്ലേ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണോ? ഗർഭഛിദ്രം നടത്തണമെന്നല്ലേ പറയുന്നത്? പുറത്തറിഞ്ഞാൽ ഓഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ? ആ ഓഡിയോ പ്ലേ എന്നാ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. അപ്പൊ ആ പെൺകുട്ടി പറയുന്നത് എന്താ അറിയോ? ഇയാളോ ഏറ്റെടുക്കാരും പറഞ്ഞില്ലല്ലോ എന്ന്. നമ്മളെല്ലാം കേട്ടല്ലേ? എനിക്കും അവർക്കും മലയാളം അറിയാവുന്നതല്ലേ? പക്ഷെ രാഹുലിന് അങ്ങനെയാണ് ഈ ആശയം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അത് അത്ഭുതപ്പെടുത്തുന്നു. ആ തരത്തിലാണ് രാഹുൽ ഈ വിഷയം എടുത്തതെന്ന് ഞാൻ ഹണി കൂടുതൽ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയുള്ള മനുഷ്യര് ചർച്ചയിൽ വന്നിരുന്നിട്ട് പോലും ഇത്തരം മനുഷ്യർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ ഈ രീതിയിലാണ് ഇവരെ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇരയും ഈ പറയുന്നത് പോലെ മുൻപോട്ട് വരാനുള്ള ധൈര്യം കാണിക്കില്ല എന്ന് തന്നെയുള്ളതാണ്. മാധ്യമങ്ങളും ഈ ആൾക്കൂട്ടങ്ങളും ഇതുപോലെയാണ് ആ സ്ത്രീകളെ വേട്ടയാടുന്നുള്ളതെങ്കിൽ മുന്നോട്ടുള്ള സ്ത്രീകളുടെ ജീവിതം വളരെ കഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും നന്ദി ഹണി ഭാസ്കർ. ഞാൻ കൂടുതൽ നിർബന്ധിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ്.